Hi guys, welcome to Avodha. എൻ്റെ പേര് ജിബിൻ. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വേറൊന്നുമല്ല, നമ്മുടെ അവോധയിൽ ജോയിൻ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ആദ്യം തന്നെ നിങ്ങൾ മൊബൈലിലോ ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ ഗൂഗിളിൽ www.avodha.com എന്നുള്ള വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്ത് നോക്കുക. നമ്മൾ ആദ്യം സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. അതിൽ ഫസ്റ്റ് ഓപ്ഷനാണ് അവോധ എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് ഡയറക്റ്റ് പോകുന്നത്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ് എന്നുള്ളത് ഇതായിരിക്കും. ഇന്ത്യസ് ലാർജസ്റ്റ് പ്ലാറ്റ്ഫോമാണ് അവോധ. ഇതിൽ നമുക്ക് 3 ഓപ്ഷൻസാണ് വരുന്നത്. ഒന്ന് ചൂസ് യുവർ ഫ്യൂച്ചർ, രണ്ടാമത്തേത് എക്സിസ്റ്റിംഗ് സ്റ്റുഡൻറ്റ്, മൂന്നാമത്തേത് ലൈവ് സെഷൻസ് ഫോർ ഡൗട്ട്സ് ക്ലിയറൻസ്. ഇതിൽ ചൂസ് യുവർ ഫ്യൂച്ചർ എന്നുള്ളത് നമുക്ക് കോഴ്സുകളെ പറ്റി ഫർദറായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ കോഴ്സസും അതിൽ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ കോഴ്സുകളാണ്, ഏതൊക്കെ ലാംഗ്വേജസിലുണ്ട്, ഈ ഡീറ്റെയിൽസ് എല്ലാമാണ് ചൂസ് യുവർ ഫ്യൂച്ചറിലുള്ളത്. എക്സിസ്റ്റിംഗ് സ്റ്റുഡൻറ്റിലാണ് നമ്മൾ ലോഗിൻ ചെയ്ത് നമ്മുടെ ക്ലാസ്സുകളെല്ലാം കണ്ടക്ട് ചെയ്യണത്. ഓക്കെ, ലൈവ് സെഷൻസ് അറിയാമല്ലോ, നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയറിങ് സെഷനാണ്. നമ്മളെടുക്കുന്ന ഓരോ കോഴ്സസിനും ലൈവ് സെഷൻസ് ഉണ്ട്. ആ ലൈവ് സെഷൻസിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ കോഴ്സിലേക്ക് പോകാം. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ സ്റ്റുഡൻറ്റിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാം. നിങ്ങൾക്ക് അവോധയിൽ അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോൾ 48 മണിക്കൂറിനുള്ളിൽ 3 ഇമെയിലാണ് കിട്ടുന്നത്. ഒന്ന് ഒരു വെരിഫിക്കേഷൻ മെയിൽ, രണ്ടാമത്തെ മെയിൽ എന്നുള്ളത് നിങ്ങളുടെ റെസിപ്റ്റാണ്, പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ഇൻവോയ്സ് മെയിൽ, മൂന്നാമത്തെ മെയിലാണ് യൂസർ നെയിമും പാസ്വേഡും. ഈ യൂസർ നെയിമും പാസ്വേഡും കിട്ടിക്കഴിയുമ്പോൾ ഇതിൽ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഇമെയിലിൽ വന്നിരിക്കുന്നത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. കണ്ടിന്യൂ വിത്ത് ഫേസ്ബുക്ക് ഉണ്ട്, കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ഇമെയിൽ ഈ മൊബൈലിൽ സൈൻ ഇൻ ആയിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് ഇമെയിലിൽ നിന്നാണെങ്കിൽ അത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇതിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ലോഗിൻ കൊടുക്കുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നിരിക്കുന്നത്. നിങ്ങളുടെ പേരും നിങ്ങളുടെ കോഴ്സിൻ്റെ ഇതും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് 3 ലൈൻസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ മൈ കോഴ്സ് കാണിക്കാൻ സാധിക്കും. മൈ കോഴ്സ് ക്ലിക്ക് ചെയ്യുക. തൊട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. നിങ്ങളുടെ കോഴ്സ് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. അതിൽ കണ്ടിന്യൂ കോഴ്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ട് കോഴ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വീഡിയോ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. ഹായ് ഗൈസ്, വെൽക്കം ടു ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോസ് കാണാം. അങ്ങനെ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള ഈ ഓപ്ഷൻ കണ്ടു, ഈ ബട്ടൺ പുറത്ത് ഐക്കൺ കണ്ടു, മാർക്ക് ദിസ് യൂണിറ്റ് കംപ്ലീറ്റ് എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ കണ്ട് കഴിഞ്ഞതിന് ശേഷം അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു യൂണിറ്റിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഉണ്ട്. നിങ്ങൾ കണ്ടു കഴിഞ്ഞ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ആരോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി പുതിയതായിട്ടുള്ള വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ റൈറ്റ് സൈഡിലേക്കുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൻ്റെ വീഡിയോസ് അവിടെ പ്ലേ ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. തൊട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കരിക്കുലം അവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ഏതൊക്കെ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞു, ഇനി ഏതൊക്കെ കാണാനുണ്ട്. കണ്ടു കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വീണ്ടും എടുത്ത് കാണുന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞ ക്ലാസ്സുകളാണ് ഈ ടിക്ക് മാർക്ക് വന്നിരിക്കുന്നത്. ആ ക്ലാസ്സസ് നിങ്ങൾക്ക് വീണ്ടും കാണണം എന്നുണ്ടെങ്കിൽ അതിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്താൽ ആ ക്ലാസ്സസിലേക്ക് നമുക്ക് വീണ്ടും വരികയും ചെയ്യാം. ഓക്കെ, ഇതിന് തൊട്ട് താഴെ റൈറ്റ് സൈഡിലോട്ട് കാണുന്ന ഒരു ഐക്കണാണ് ചാറ്റ് ബോക്സ് ഓപ്ഷൻ. ഈ കാണുന്ന ഐക്കണാണ് ചാറ്റ് ബോക്സ് ഓപ്ഷൻ. ഇതിൽ ബോക്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് ഇതിൽ വരുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണത്.